ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ടൈറ്റൻ സ്കിൻ അമാൽഫി ബ്ലൂ എന്ന പെർഫ്യൂമാണ്. സോ ഇതിങ്ങനെ കണ്ടിട്ട് അമാൽഫി ബ്ലൂ ആണോ അല്ലേ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. ഇതിങ്ങനെ ഒരു ഡിസ്കവറി സെറ്റായിരുന്നു. അതിൽ ഇതാണ് അമാൽഫി ബ്ലൂ, ഈ ഫോർത്ത് വൺ. ഓക്കെ, അപ്പോൾ അമാൽഫി ബ്ലൂ ഫോർ വിമൺ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെന്നാണ്. സോ നമുക്കിതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ഇത്. ഞാൻ മുമ്പ് ഈ ഒരു സാധനം എവിടുന്നോ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്ത ഒരു ഫ്രാഗ്രൻസ് ഉള്ള ഒരെണ്ണമാണ് ഇത്, ഈ അമാൽഫി ബ്ലൂ ഫോർ മെൻ എന്നുള്ളത്. ഇതിൻ്റെ ഫ്രാഗ്രൻസ്, ഇതൊരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂമാണ്. അപ്പോൾ ടൈറ്റാൻ ഇതിന് പറഞ്ഞിട്ടുള്ളത് അമാൽഫി കോസ്റ്റ്, അതായത് ഇറ്റലിയിലുള്ള അമാൽഫി കോസ്റ്റിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ആ നെയിമൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തു പോയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആണ്, നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രഷ്നെസ്. നമുക്ക് ആ ഒരു മറൈൻ അക്വാട്ടിക് ഫ്രഷ്നെസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസും വെറ്റിവറിൻ്റെ ഫ്രാഗ്രൻസും. ഈ വെറ്റിവർ ഫ്രഷ്നെസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേറൊരു വൈബ് ഉണ്ട്. അതാണ് ഇവിടെ ആക്ച്വലി നല്ല രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ അധികം പെർഫ്യൂംസിൽ കണ്ടിട്ടില്ല. വെറ്റിവറിന്റെ ഫ്രാഗ്രൻസ് നമ്മൾ ഈ ബേസ് നോട്ട്സിലൊക്കെ കാണും, അത് ഓൺ ദ സ്ട്രോങ്ങർ സൈഡ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ ഒരു പച്ചമണം അതിൽ നിന്ന് വരും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഗ്രീൻ വൈബ് അല്ല ഇവിടെ ഉള്ളത്. ഇതൊരു എക്കോട്ടിക്, ഒരു ഫ്രഷ് എക്കോട്ടിക്കിലേക്ക് വന്ന ഒരു വെറ്റിവർ, അങ്ങനെയാണ് ഇത് തോന്നുക. പിന്നെ ഒരു ലാവൻഡർ, ആസ് യൂഷ്വൽ ആ ഒരു ബർഗമോട്ട് ലാവൻഡർ, ഈ ഒരു കോമ്പിനേഷൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. കുറച്ചൊരു ഗ്രീൻ ടച്ച് വരുന്നുണ്ട്, നമ്മുടെ ഒരു ടീ ലീവ്സിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു മസ്കി, ഒരു വുഡി ടച്ചും ഇതിൻ്റെ ഡ്രൈ ഡൗണിൽ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബ് ഈ പെർഫ്യൂമിന് തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 30 ml 100 ml കണ്ടിട്ടുണ്ട്, 100 തന്നെയാണ് തോന്നുന്നു. എന്തായാലും ഇത് ടൈറ്റാൻ, സാധാരണ ടൈറ്റാൻ പെർഫ്യൂംസിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് എ ബിറ്റ് ഓൺ ദ എക്സ്പെൻസീവ് സൈഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ മാത്രമല്ല, ടൈറ്റാൻ്റെ മറ്റ് പെർഫ്യൂംസ് ഒക്കെ നമ്മൾ EDP കോൺസെൻട്രേഷനിൽ കണ്ടിരുന്നെങ്കിൽ ഇത് EDTയിലാണ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു അമാൽഫി ബ്ലൂ ഫോർ മെന്ന് മാത്രമാണ് EDTയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഇവിടെ ഉണ്ട്. അതായത് പ്രൈസ് ഓൺ ദ ഹയർ സൈഡാണ്, മാത്രമല്ല കോൺസെൻട്രേഷൻ ഓൺ ദ ലോവർ സൈഡാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പക്ഷേ ഇത് വളരെ പ്ലീസിങ് ആണ്, ഒന്നും പറയാനില്ല. ഇത് മൈൻഡ് ബ്ലോയിങ് ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇനി ഇത് ഏതിൻ്റെ ഇൻസ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ, ഞാൻ ആക്ച്വലി ഈ പെർഫ്യൂം കിട്ടി കുറേ നാൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസൺ, ഇത് ഏതിൻ്റെ ഇൻസ്പയർഡ് ആണ് എന്നുള്ള ഒരു സെർച്ച് ആയിരുന്നു ആക്ച്വലി. അങ്ങനെ ഞാൻ എവിടെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിൽ പോകുമ്പോഴും ഇത് ഞാൻ നോക്കും, ഈ ടൈറ്റൻ സ്കിന്നിൻ്റെ ഇതുമായി സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ റീസെൻ്റ്ലി ഞാൻ എവിടെ നിന്നാണ്, സെഫോറൻ്റെ ഔട്ട്ലെറ്റിൽ കയറിയപ്പോൾ സെഫോറയിലുണ്ട് കാർട്ടിയൻ്റെ പെർഫ്യൂംസ്, കാർട്ടിയ ഡിക്ലറേഷനും പിന്നെ വേറെ ഏതൊക്കെയോ പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡിക്ലറേഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഇത് നമ്മുടെ ടൈറ്റാൻ സ്കിന്നിൻ്റെ വേറെ എന്തോ ഒരു വേർഷൻ ആണല്ലോ എന്നുള്ളത്, ഈ അമാൽഫി ബ്ലൂവിൻ്റെ. അങ്ങനെ അതിന് തൊട്ടപ്പുറത്ത് ഡിക്ലറേഷൻ എസൻസ് ഇരിക്കുന്നുണ്ട്, അത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് രണ്ടും തമ്മിൽ സെയിം ആണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ഡിക്ലറേഷൻ എന്തായാലും പിന്നെ ഫ്രാഗ്രൻറ്റിക്കൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ ഡിക്ലറേഷൻ എസൻസ് എടുത്ത് ഫ്രാഗ്രൻറ്റിക്ക നോക്കിയപ്പോൾ ഈ സെയിം നോട്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ടൈറ്റാൻ അവിടെ നിന്ന് ചൂണ്ടിയതാണ് ഈ സാധനം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഡിക്ലറേഷൻ എസൻസിൻ്റെ ക്ലോണാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ ഫ്രാഗ്രൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഡിക്ലറേഷൻ എസൻസ് കുറച്ചും കൂടി പഞ്ചുണ്ട്, പിന്നെ പ്രൈസും കൂടുതലാണ്. 10,000 rupees അറൗണ്ട് അതിന് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു ഡിസൈനർ ബ്രാൻഡാണ് കാർട്ടിയ, അപ്പോൾ അത് പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും കാർട്ടിയ ഡിക്ലറേഷൻ എസൻസ് ഈ പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് വേർഷനാണ് ടൈറ്റൻ സ്കിൻ അമാൽഫി ബ്ലൂ. ഇത് ഞാൻ എന്താ പറയുക, രണ്ടും കൺഫേം ചെയ്ത കാര്യമാണ്. ആദ്യം ഡിക്ലറേഷൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചെറിയ വൈബ് വരും, ഡിക്ലറേഷൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു വൈബ് ഉണ്ട്. പിന്നെ എസൻസ് അടിച്ച് നോക്കിയപ്പോൾ കൺഫേംഡ് അത് തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയും വിലയുള്ള ഒരു പെർഫ്യൂമിൻ്റെ ക്ലോണായിട്ടാണ് ടൈറ്റാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, കാരണം ഒന്ന് EDP ആണ്, പിന്നെ അത് മൈൽഡ് ഫ്രാഗ്രൻസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോൾ ഇത് നമുക്കൊരു 1 hour വരെ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. അവിടുന്ന് ഒരു 4 hours വരെ ലാസ്റ്റ് ചെയ്യും. അത് നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിലാണെങ്കിൽ. ഇനി പുറത്തൊക്കെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1 hour പ്രൊജക്ഷൻ എന്നുള്ളത് ഒരു 30 minutes to 45 minutes കുറയുകയും ചെയ്യും.
പിന്നെ 4 അവേഴ്സ് ഞാൻ പറഞ്ഞത് ഒരു 1.5 to 2 അവേഴ്സിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഈ സാധനം ഡിസപ്പിയർ ആവുകയും ചെയ്യും. സോ അത്ര വീക്കർ പ്രൊജക്ഷനുള്ള സാധനമാണ്. പക്ഷേ നിങ്ങളത് ഓഫീസിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചൂടൊന്നും എടുക്കാതെ ഇരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇത്. പക്ഷേ ഒറിജിനൽ ഡിക്ലറേഷൻ അത്യാവശ്യം നിൽക്കുന്നുണ്ട്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതെനിക്ക് നല്ലതായിട്ടും ഞാനത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടും എൻ്റെ ഡ്രസ്സിൽ അതിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് പിന്നെ എന്താ പറയുക ഞാൻ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയത്. പക്ഷെ എന്നാലും ആ ഫ്രാഗ്രൻസ് അവിടെ നല്ല രീതിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആഫ്റ്റർനൂൺ അപ്ലൈ ചെയ്തിട്ട് രാത്രിയൊക്കെ അതിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു ഒറിജിനൽ ഡിക്ലറേഷൻ്റെ. പക്ഷേ ഈ സാധനം പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൈസ് മുടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വേണം എന്നുണ്ടെങ്കിൽ, ഒറിജിനൽ എടുക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ ഒറിജിനൽ എടുത്തോളൂ, അല്ലെങ്കിൽ ഇത് എടുത്തോളൂ. ഇനി വേറെ ഇൻസ്പയർഡ് വേർഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി കണ്ടെത്തണം. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി ഞാനിത് വളരെ ഇമ്പ്രസ്ഡ് ആയി. കാരണം ഈ ഒരു സാധനം വളരെ പ്ലീസിങ് ആണ്. ഇത് മുമ്പ് ഞാൻ ഒരിക്കലും ഇതേപോലെ ഒരു നമ്മൾ ഇടയ്ക്ക് ഓരോ പെർഫ്യൂമറീസ്ക്ക് റിക്വസ്റ്റ് കൊടുക്കും, നമുക്ക് ഇങ്ങനത്തെ ഫ്രാഗ്രൻസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അന്ന് ഇത് ഡിക്ലറേഷൻ്റെ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പം ഞാൻ പിന്നെ പെർഫ്യൂമറീസൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ആർക്കോ എവിടുന്നോ കുറച്ച് പെർഫ്യൂംസ് എടുത്തപ്പോൾ ഒരു ടീം എനിക്ക് അയച്ചു തന്നു ഒരു സാമ്പിൾ. അത് ഇതിൻ്റെ ക്ലോണാണെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നാണ്. പക്ഷെ അതും ഒറിജിനലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഫ്രാഗ്രൻസ്. അതൊക്കെ ഇത് കൈ കിട്ടുമ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇതും അതും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത്. അപ്പോൾ നല്ല സിമിലർ ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളൊക്കെ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇത് തന്നെ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുത്തോളൂ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് സ്കിൻ അമാൽഫി ബ്ലൂ ഫോർ മെനിൻ്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.